അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുമ്പോൾ അതിൽ ഊറ്റം കൊണ്ട് അഹങ്കരിക്കുന്നവൻ്റെ സമ്പത്ത് അവൻ നനച്ചിരിക്കാതെ നശിച്ചു പോകുന്നതാണ് കഴിഞ്ഞ തോട്ടക്കാരൻ്റെ ഉദാഹരണത്തിൽ ചിത്രീകരിച്ചത്. ഇനി അതിനോട് ചേർത്തുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതം തന്നെ അല്പകാലത്തേക്കുള്ളതാണെന്നും അത് നശിച്ചു പോകാനുള്ളതാണെന്നും ഒരു ഉദാഹരണത്തിലൂടെ സൂചിപ്പിക്കുകയാണ് 45-ാമത്തെ ആയത്തിൽ. അതിനെ തുടർന്ന് സമ്പത്തും ആൾബലവുമൊക്കെ ഈ ദുനിയാവിൽ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ, ശാശ്വതമായ പരലോക ജീവിതത്തിൽ രക്ഷ വേണമെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നും കഴിഞ്ഞ 2 ഉദാഹരണങ്ങളുടെ ആശയം സംഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് 46-ാമത്തെ ആയത്തിൽ. ഈ 2 ആയത്തുകളുമാണ് ഇന്ന് പഠിക്കുന്നത്. വളിരിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ. ഈ ലോക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം താങ്കൾ അവർക്ക് ഉദാഹരണത്തിലൂടെ വിവരിച്ചു കൊടുക്കുക. വളിരിബ് ലഹും, താങ്കൾ അവർക്ക് വിവരിച്ചു കൊടുക്കുക. മസലൽ ഹയാത്തി ദുനിയ, ഈ ലോക ജീവിതത്തിൻ്റെ ഉദാഹരണം. കമാഇൻ, അത് വെള്ളം പോലെയാണ്. അൻസൽനാഹു, അതിനെ നാം ഇറക്കി, ആ വെള്ളത്തെ നാം ഇറക്കിയിരിക്കുന്നു. മിനസ്സമായി, ആകാശത്ത് നിന്ന്. ഈ ദുനിയാവിലെ ജീവിതം ആകാശത്ത് നിന്ന് മഴവെള്ളം പെയ്യുകയും ഫഖ്തലത ബിഹി നബാത്തുൽ അർളി, അപ്പോൾ ഭൂമിയുടെ സസ്യങ്ങൾ അതുമായി കൂടിക്കലരുകയും ചെയ്തു. ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴവെള്ളം കിട്ടുമ്പോൾ ചെടികളുടെ വേരുകളും വിത്തുകളുമൊക്കെ ആ വെള്ളത്തെ സ്വീകരിക്കുന്ന പ്രവർത്തനത്തെയാണ് ഇവിടെ ഫഖ്തലത ബിഹി നബാത്തുൽ അർളി, ഭൂമിയുടെ ചെടികൾ മഴവെള്ളവുമായി കൂടിക്കലരുന്നു എന്ന് പറയുന്നത്. ആ പ്രവർത്തന ഫലമായി ചെടികൾ വളർന്നു വലുതാവുകയും മനോഹരമായ കാഴ്ചയായിക്കൊണ്ട് അത് പുഷ്പിച്ചു നിൽക്കുകയും കായ്കനികൾ നൽകുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ അത് ഏറെക്കാലം ഉണ്ടാവില്ല. ഫ അസ്ബഹ ഹഷീമ, പിന്നെ അത് ശുഷ്കിച്ച വൈക്കോൽ പോലെയായിത്തീരുന്നു. ഫലങ്ങൾ തരുന്നതും മനോഹരമായതുമായ ചെടികൾ ക്രമേണ ഉണങ്ങിപ്പോകുന്നു. തദുറൂഹു റിയാഹു, കാറ്റുകൾ അതിനെ ചിതറിപ്പരത്തുന്ന രൂപത്തിൽ, കാറ്റിൽ പറന്നു പോകുന്ന വിധം ഉണങ്ങി ശുഷ്കിച്ച വൈക്കോൽ പോലെയാവുന്നു ആ സസ്യങ്ങൾ എന്നർത്ഥം. ഇതുപോലെയാണ് ഈ ലോക ജീവിതം. അത് മനോഹരമായി നിലകൊള്ളുന്നുവെങ്കിലും അത് വേഗത്തിൽ തന്നെ നശിച്ചു പോകും. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. മനുഷ്യൻ്റെ ഈ ലോക ജീവിതം എങ്ങനെയാണ്? ജനിക്കുകയും വളരുകയും ചെയ്യുന്നു. ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച സമയമെത്തിയാൽ മരണപ്പെടുകയും ചെയ്യുന്നു. അതുപോലെയാണ് സമ്പത്തും കുടുംബ ബലവുമൊക്കെ. അതൊക്കെ ഈ ലോകത്ത് കുറച്ചു കാലത്തേക്ക് മാത്രമുള്ള അലങ്കാരങ്ങൾ മാത്രമാണ്. അതൊന്നും മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. എന്നാൽ ഈ ലോകത്ത് മനുഷ്യർ ചെയ്ത പ്രവർത്തനങ്ങൾ അവർ മരണത്തോടൊപ്പം കൂടെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കൊണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് സൽക്കർമ്മങ്ങളാണ്. അതെന്നെന്നും ബാക്കിയാവുന്ന, മനുഷ്യന് ഏറെ പ്രതീക്ഷയോടുകൂടി ആശിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായതുമാണ് എന്ന കാര്യമാണ് തുടർന്ന് പറയുന്നത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും സന്താനങ്ങളും ഈ ലോക ജീവിതത്തിലെ അലങ്കാരങ്ങൾ മാത്രമാണ്. ഇവിടെ അൽ ബനൂൻ എന്നാൽ സന്താനങ്ങൾ, മക്കൾ എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബശക്തി, ആൾബലം, സംഘബലം എന്നതാണ്. തോട്ടക്കാരൻ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞില്ലേ, അന അക്സറു മിൻക മാലം വഅഅ്സു നഫറ, ഞാൻ നിന്നെക്കാളും സമ്പത്തുള്ളവനും സംഘബലം ആൾബലമുള്ളവനുമാണ് എന്ന് പറഞ്ഞല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന് എത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും കുടുംബവും മറ്റുമായുള്ള സംഘബലമുണ്ടെങ്കിലും മരണത്തോടെ അതൊന്നും അവന് ഉപകാരപ്പെടുന്നില്ല. അതൊക്കെ പിന്നെ അവന് നഷ്ടപ്പെടുകയാണ്. പിന്നെ എന്താണ് അവന് ഉപകാരപ്പെടുക? വൽ ബാഖിയാത്തു സ്വാലിഹാത്തു, നിലനിൽക്കുന്നവയായ സൽക്കർമ്മങ്ങൾ, ഖൈറുൻ, അതാണ് അവന് ഉത്തമമായിട്ടുള്ളത്. എന്ത റബ്ബിക, നിന്റെ റബ്ബിൻ്റെ അടുക്കൽ, സവാബൻ, അനന്തരഫലം കൊണ്ട്. മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങൾ അവന് ബാക്കിയാവുന്നു. അത് അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നെന്നും നിലനിൽക്കുന്ന ഉത്തമമായ പ്രതിഫലത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വ ഖൈറുൻ അമല, പ്രതീക്ഷിക്കാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായതും അത് തന്നെ. മനുഷ്യൻ നല്ലത് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ തൻ്റെ സൽക്കർമ്മങ്ങളാണ് പ്രതീക്ഷ വെക്കാൻ അവൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. 3 കാര്യങ്ങളാണ് ഒരാൾ മരിച്ചാൽ അയാളുടെ മയ്യത്തിനെ അനുഗമിക്കുക എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. 1 അവൻ്റെ കുടുംബം, 2 അവൻ്റെ സമ്പത്ത്, 3 അവൻ്റെ കർമ്മങ്ങൾ. അതിൽ
കുടുംബവും സമ്പത്തും അവനെ കബറടക്കുന്നതോടുകൂടി തിരിച്ചു പോരുന്നു. പിന്നെ അവൻ്റെ കൂടെ പോവുക അവൻ്റെ കർമ്മങ്ങളാണ്. അതുകൊണ്ട് സമ്പത്തും സംഘബലവുമൊക്കെ അനുഗ്രഹവും അലങ്കാരവും തന്നെയാണെങ്കിലും അതായിരിക്കരുത് യഥാർത്ഥ ലക്ഷ്യം. സൽക്കർമ്മങ്ങളാണ് ഒരു നല്ല സമ്പാദ്യമായി കൊണ്ട് സൂക്ഷിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടത്. അതാണ് പരലോകത്ത് എന്നേക്കുമായി ബാക്കിയാവുന്ന ഉത്തമമായ പ്രതിഫലത്തിന് കാരണമാവുക എന്നാണ് ഇതിലൂടെ വിവരിക്കുന്നത്. സൽക്കർമ്മങ്ങൾ കൊണ്ട് പരലോക വിജയം നേടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.